ഇതെനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു CCTV ഫുട്ടേജ് ആണ്. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് പ്രേതമാണെന്നാണ്. ഇങ്ങനെ ഒരു പ്രേതം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തമിഴ്നാട് വരെ പോയി നോക്കി. ഈ കറക്റ്റ് ലൊക്കേഷനിൽ കുറെ പേര് മരിച്ചിട്ടുമുണ്ട്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇതാണ് എന്റെ ഫ്രണ്ട്. ഇവന്റെ വീടിന്റെ അടുത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഈ പ്രേതത്തിന് പേടിയുള്ളത് കാരണം അവിടെ രാത്രിയിൽ അങ്ങനെ ആരും പുറത്തു പോലും ഇറങ്ങാറില്ല. ഈ ആന്റിയൊക്കെ വർഷങ്ങളായിട്ട് ഇത് കണ്ട് പേടിച്ചിരിക്കുവാണ്. ഇനി ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഒരാളെ ഉള്ളൂ, ഞാൻ തന്നെ. ഇവൻ പ്രേതത്തെ വളയ്ക്കാൻ വന്നതാണോ? ഇവിടെ പ്രേതമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഈ പൂമാല രാത്രി കൊണ്ടുപോയിട്ട് ദൂരെയുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ജീവനോടെ തിരിച്ചു വരണം. ഒട്ടും പേടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് പോയത്. അങ്ങനെ ഞങ്ങൾ രാത്രി 12 മണി കഴിഞ്ഞപ്പം പ്രേതത്തെ തപ്പിയിറങ്ങി. കുറച്ച് നടന്നു കഴിഞ്ഞപ്പം ഒരാൾ ഒറ്റയ്ക്ക് വഴിയിൽ നിൽക്കുന്നു. ഈ ചേട്ടനൊക്കെ അങ്ങോട്ട് പോകാതെ പേടിച്ച് നിൽക്കുവാണ്. കാരണം പണ്ട് ഇതുപോലെ ഒരു പാൽക്കാരൻ ആ സ്പോട്ടിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. சொல்லியிருக்காங்களா யாராச்சும் இந்த மாதிரி அங்கே போனால் இருக்கு அந்த வழியில் இருக்கு அப்படின்னு யாராச்சும் சொல்லியிருக்காங்களா? அது வேணா சொல்லுவோம். இந்த வழியில் இருக்கு அந்த மாதிரி எதுவும் சொல்லியிருக்காங்களா? ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കോളൊക്കെ വന്നു. ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊരു പേടിയും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ നേരെ നടന്നു. അങ്ങനെ കുറെ നേരം തപ്പി നടന്നിട്ട് പ്രേതവും വന്നില്ല, ഒരു തേങ്ങയും വന്നില്ല. പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്റെ കയ്യിലുള്ള മാല ഞാൻ അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നു. ഹെൻസ് പ്രൂവ്ഡ് ഇവിടെ പ്രേതമൊന്നുമില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആന്റിയുടെ പേടി ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ എന്റെ ഫ്രണ്ടിന്റെ പേടി ഞാൻ മാറ്റി. അതിന്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു.